വിവാഹത്തിന് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ, അതോ വിവാഹം വേണ്ട എന്ന് വെച്ചിരിക്കുന്നവരാണോ നിങ്ങൾ, അതോ സ്റ്റിൽ ആ കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണോ? അപ്പോൾ ഇങ്ങനൊരു സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ ഈ കോൺവെർസേഷൻ വളരെ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. സോ നമുക്ക് തുടങ്ങാം. കല്യാണം കഴിക്കാനൊക്കെ പ്രായമായിട്ടുള്ള കുട്ടികളോട് കൂടുതൽ മാതാപിതാക്കളും അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ. അപ്പോൾ അവർ യൂഷ്വലി പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ സമാധാനത്തോടെ ജീവിച്ച് പൊക്കോട്ടെ, ദൈവത്തെ ഓർത്ത് എന്നെ കല്യാണത്തിന് നിർബന്ധിക്കല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ചാണ് കൂടുതലും കുട്ടികളിൽ നിന്ന് എടുക്കുന്നത്. എന്തായിരിക്കും ആ ഒരു അപ്രോച്ച് ശരിയാണോ, അതോ എന്തായിരിക്കും ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അഖിലിന് പറയാനുള്ളത്? ശരിയാണ്. ഭാഗ്യ പറഞ്ഞ പോലെ ഇന്ന് യുവാക്കളോട് അല്ലെങ്കിൽ യുവതികളോട് സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്, വിവാഹം ഞങ്ങൾക്ക് ശരിക്കും പേടിയാണ് മാം, എന്തിനാ ശരിക്കും വിവാഹം കഴിക്കണേ എന്നൊരു ചോദ്യമാണ് പലരും മുന്നോട്ട് വെക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ന് നമുക്ക് ചുറ്റും മീഡിയയിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിലും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അത്തരത്തിലുള്ളതാണ് അല്ലേ. ഒരു പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ ആസിഡ് അറ്റാക്കിനിരയാകുന്ന കുട്ടികളുടെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ കാമുകിയുടെ ഒപ്പം ഒളിച്ചോടി പോകാൻ വേണ്ടി സ്വന്തം ഭാര്യനെ വിഷം കൊടുക്കുന്ന ഭർത്താവ്, മക്കളും ഭർത്താവും ഉറങ്ങിക്കിടക്കുമ്പം സ്വന്തം ബെഡ്റൂമിൽ പുരുഷനുമായി വാട്സാപ്പ് കോളിലും അല്ലെങ്കിൽ ചാറ്റിങ്ങിലും ഏർപ്പെടുന്ന സ്ത്രീകൾ, ഇങ്ങനത്തെ ഒരുപാട് കഥകൾ നമ്മുടെ കുട്ടികൾ കേട്ട് വളരുകയാണ്. അപ്പം വിവാഹത്തിനോടൊരു പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കാൻ പലപ്പോഴും അവർക്ക് സാധിക്കാതെ പോകുന്നത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും റിയൽ ലൈഫിൽ നടക്കുന്ന ഈ കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പോർട്രേ ചെയ്യുന്നുമില്ലല്ലോ. അതെ അതെ, എപ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് കാണിക്കാനാണ് നമ്മൾ പലപ്പോഴും സമൂഹം തയ്യാറാവുന്നത്. പിന്നെ അല്ലെങ്കിൽ വിവാഹത്തിന് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കും, ഇതിലൊരു റിയാലിറ്റിയുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ കുറവാണ്. യെസ്, അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഐ എം നോട്ട് എ മാരേജ് മെറ്റീരിയൽ. അതൊരു അലങ്കാരമായിട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ കൊണ്ടു നടക്കുന്നത്. അതിന് ആ ഒരു മനോഭാവത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ മനോഭാവം കൊണ്ട് ഫ്യൂച്ചറിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് എന്താണ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത്? മാരേജ് മെറ്റീരിയൽ അല്ല എന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ എതിർക്കാൻ പോവേണ്ട കാര്യമില്ല. തികച്ചും വിവാഹം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ചോയ്സ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ പാരൻസിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളൊരു മാരേജ് കഴിച്ചത് അല്ലെങ്കിൽ എപ്പോഴാണ് മാരേജ് കഴിച്ചേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ അവരുടെ ഫാമിലി നിർബന്ധിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കല്യാണപ്രായമായി ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യമായിരിക്കും. ഇപ്പം അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതി നോക്കിയാൽ വുമൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇക്കണോമിക് സെക്യൂരിറ്റിക്ക് വിവാഹം എന്ന് പറയുന്നത് തികച്ചും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അവരുടെ നീഡ് അതായിരുന്നു. അപ്പോൾ അവർ കല്യാണം കഴിച്ചു എന്ന് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാകാം. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, കരിയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവരൊക്കെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം ആ ഒരു ലെവലിൽ അവർ കല്യാണം കഴിച്ചൊരു റീസൺ കൊണ്ട് ഇന്നത്തെ കുട്ടികളോട് കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അതവർക്ക് റീസണബിൾ ആയിട്ട് തോന്നണമെന്നില്ല. അപ്പം അവരുടെ നീഡ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നീഡ്സിനെ പ്രോപ്പറായിട്ട് സൊസൈറ്റിക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല, ഈവൻ കുട്ടികൾക്കാണെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ശരിക്കും അവിടെയാണ് ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതുമില്ല എന്ന അവസ്ഥയാണ് ഇപ്പം ഇന്നത്തെ ഒരു വിവാഹത്തിനോടുള്ള കുട്ടികളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. പണ്ടത്തെ രീതിയിലുള്ള ഒരു വിവാഹം അവർക്ക് വേണ്ട, അല്ലെങ്കിൽ ആ നീഡ്സ് കൊണ്ട്, അതായത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം, ഫാമിലിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു ആളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി ബിൽഡ് ചെയ്യണം, അങ്ങനത്തെ ഒരു നീഡല്ല ഇന്ന് കുട്ടികൾക്കുള്ളത്. അവർക്ക് ഈ പറഞ്ഞ പോലെ ഫർസാന പറഞ്ഞ പോലെ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്, ദേ ഹാവ് ഫ്രീഡം ടു ചൂസ് ദെയർ തിങ്സ്. അപ്പം വിവാഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഒരു ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയിൽ നിന്നൊന്നും ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അപ്പം ഞാൻ എന്തുകൊണ്ട് മാരി ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരാളെ മാരി ചെയ്യണം എന്നുള്ളത് ഇപ്പോഴും കുട്ടികൾക്കും ക്ലാരിറ്റി ഇല്ല. അവരെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കാൻ ഫാമിലിക്കോ സൊസൈറ്റിക്കോ പറ്റാതെയും പോകുന്നുണ്ട്. അതാണ് ശരിക്കും ഈ പറഞ്ഞ ഒരു ഫിയർ ഇങ്ങനെ കൂടി വരുന്നതിനൊരു കാരണമായിട്ട് മാറുന്നത്. ആ ചോയ്സ് എപ്പോൾ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊരു ക്ലാരിറ്റി ആർക്കും ഇല്ല. 25 വയസ്സാകുമ്പോൾ നീ കല്യാണം കഴിക്കുക, നിനക്ക് വിവാഹപ്രായമായി, അങ്ങനെ പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് ശരിക്കും നമ്മൾ. ലോങ് ടൈം കമ്മിറ്റ്മെന്റിനോടുള്ള ഒരു ഫിയറും കൂടെ ആവത്തില്ലേ? അതെ അതെ. നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം, നമ്മുടെ കരിയറിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്മൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റമൊക്കെ അനുസരിച്ച് ഒരു 8ാം ക്ലാസ് മുതലേ നമ്മൾ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്നിട്ടാണ് നമ്മൾ അതിൽ വെൽ ഡെവലപ്ഡ് ആവുന്നത് അല്ലേ. എക്സാക്ട്ലി. കരിയർ പോലെ തന്നെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാരേജ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ എഡ്യൂക്കേഷനോ എങ്ങനെയാണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാന്നോ എന്താണ് ആ കുട്ടിക്ക് വേണ്ടതെന്നോ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ എഡ്യൂക്കേഷനോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി കോളേജിൽ പോവാണ്, ഇപ്പോൾ പ്രോപ്പർലി പറയുകയാണെങ്കിൽ സൈക്കോളജിക്കൽ വേയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു കോളേജ് ലൈഫ് മുതലേ അവർക്ക്
അതിനോ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി കോളേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പറയാം, നീ നന്നായിട്ട് പഠിച്ചിട്ട് വരണം, വേറൊരു കാര്യം നീ ഇൻവോൾവ് ആവരുതെന്ന്. ആക്ച്വലി അങ്ങനെ പറഞ്ഞ് വളർത്തുന്ന ഒരു കുട്ടീനെ ഒരു പെർട്ടിക്കുലർ ഏജിൽ എത്തുമ്പോൾ ഓക്കെ നാളെ നീ പോയി കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അതൊരു എന്താണ് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും, കൺഫ്യൂഷൻ ഉണ്ടാക്കും, ഫിയർ ഉണ്ടാക്കും. ആക്ച്വലി അവർക്കറിയില്ല അവർക്ക് എന്താ വേണ്ടേ, എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ ഒരാളെയാണ് വേണ്ടത്, അങ്ങനെ ഒരു കാര്യം അവർക്ക് അറിയില്ല. സോ ഇതിൽ പെട്ടെന്ന് എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല. ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരവരുടെ നീഡ്സിനെ മനസ്സിലാക്കി അവരവർ എടുക്കേണ്ട ഒരു ചോയ്സ് തന്നെയാണ് മാരേജ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ആവശ്യമാണ്. ശരിക്കും ഫർസാന ആദ്യം പറഞ്ഞ പോലെ പണ്ടത്തെ സ്ത്രീകൾ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു വീട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇന്ന് കുട്ടികൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട്, അവർക്കൊരു സെക്യൂരിറ്റി അല്ല വേണ്ടത്. ഓക്കെ, അങ്ങനെ അടുക്കളയിൽ പോയി അവിടുത്തെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല അവരെന്നും, അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന് പറയുന്നത് തങ്ങളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും നടത്തി തരേണ്ട ഒരാളല്ലെന്നും യുവാക്കൾക്ക് വളരെയധികം നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ എന്നാൽ ഈ ഷെയറിങ്ങിലേക്ക് എങ്ങനെ ഒരുമിച്ച് കടന്നു പോകണമെന്ന് ഇപ്പോഴും അവരൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിലാണ്. അപ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഇപ്പം പറഞ്ഞ പോലെ ഒരു സ്റ്റേജ് മുതൽ അറ്റ്ലീസ്റ്റ് ഒരു 10th ഒക്കെ കഴിയുമ്പോൾ മുതൽ കുട്ടികൾക്ക് ആ ഒരു മാരേജിനുള്ളൊരു പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയിൽ നിന്ന് മാരേജിനെ ഒരു പോസിറ്റീവ് അപ്രോച്ചിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ അതായത് കരിയറിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഫാമിലി ലൈഫും അവരൊരു പേഴ്സണൽ ലൈഫിലെ കൂടെ ഗ്രൂമിങ് വീടുകളിൽ തന്നെ തുടങ്ങണമെന്നാണ്, ഫാമിലി തന്നെ. യെസ്, എക്സാക്ട്ലി. അതുപോലെ തന്നെ ഒരു ഇതാണ് ഇപ്പം ആളുകളെ കണ്ടെത്തുന്ന കാര്യങ്ങൾ അഖിൽ പറഞ്ഞ പോലെ. ആളുകളെ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ ഒരുപാട് രീതികളുണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ട്, ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, പല മാട്രിമോണിയൽസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി. ഈ കണ്ടെത്തലുകൾ എത്തി നിൽക്കുന്നത് ഒരു കറക്റ്റായ ഒരു കണ്ടെത്തലല്ല. ശരിക്കും എനിക്ക് ഭാഗ്യം ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ശരിക്കും ഇന്നത്തെ യുവാക്കളോട് ചോദിച്ചാൽ അവർ ഈ കണ്ടെത്തലിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ആരെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഒരാളെ ചൂസ് ചെയ്യാം, ഫീച്ചേഴ്സ്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, കരിയർ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് കൂടുതൽ. പക്ഷെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഒരാളെ കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ഒരു നല്ല പങ്കാളിയായി മാറണം എന്നൊരു പ്രിപ്പറേഷനും കൂടെ അതിനാവശ്യമാണ്. ആ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് വേണം ഞാൻ ഒരു പങ്കാളിയെ കണ്ടെത്താൻ പോവുക. എങ്കിൽ മാത്രമേ എനിക്ക് വേണ്ട ഒരു പങ്കാളിയെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് ഐ നീഡ് ആൻഡ് വാട്ട് ഐ വാണ്ട് എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, സ്വന്തമായിട്ടൊരു സെൽഫ് അവെയർനെസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ശരിക്കും ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റുന്നത്? അതെ. സെൽഫ് അവെയർനെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഒരു മാരേജിലൂടെ എനിക്ക് എന്താ വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു പ്രീ മാരിറ്റൽ ഫേസിൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന ഫേസിൽ ഹെൽത്തി ആയിട്ട് അസർട്ടീവായിട്ട് തൻ്റെ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചും നീഡ്സിനെ കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് പുറത്ത് പോയി ഒരു ഗൾഫ് കൺട്രി പോയി സെറ്റിൽ ചെയ്യാനാണ് താല്പര്യം. പക്ഷെ ഞാൻ മാരി ചെയ്യുന്നത് നാട്ടിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹോംലി എൻവയോൺമെന്റ് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരാളെയുമാണ് മാരി ചെയ്യുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും മാരേജിൽ പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ സ്വയം തിരിച്ചറിഞ്ഞ് പ്രീ മാരിറ്റൽ സമയത്ത് നമ്മൾ ഹസ്ബൻഡ് അല്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയുമായിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഒരു മിഡിൽ ഗ്രൗണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ട്? നല്ലൊരു ക്വസ്റ്റ്യനാണ് ഭാഗ്യ ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരു 7 ഷെയറിങ്ങിലേക്ക് നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ, ഒരു മാരേജ് ഫേസിൽ ബേസിക്കലി 7 ഷെയറിങ് ആണുള്ളത്. ഞാൻ ആദ്യം ആ 7 ഷെയറിങ്ങിൻ്റെ പേര് പറയാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമതായി പറയുകയാണെങ്കിൽ ഫിസിക്കൽ സ്പേസ്, എവിടെ ജീവിക്കണം, ഞാൻ ജീവിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് മിനിമം റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ സ്പേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സോഷ്യൽ ലൈഫ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ ഒരു സെക്ഷൽ ലൈഫും ഫാമിലി പ്ലാനിങ്ങും അതിൽ ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഫിനാൻഷ്യൽ ആൻഡ് കരിയർ പ്ലാനിങ്സ്. ഓക്കെ, പേരൻറ്റിങ്. ഓക്കെ, ഇപ്പം ചിലർക്ക് പേരൻറ്റിങ്ങിനോട് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് ഒരു കുട്ടി വേണ്ട എന്നൊക്കെ ഉള്ളൊരു ഡിസിഷൻ ഉള്ളവരായിരിക്കും. അപ്പോൾ അതും മാരേജിൻ്റെ ഒരു ചൂസിങ് ഫേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ ഇൻലോ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ
ഷെയറിങ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു 7 കാര്യങ്ങളാണ് ശരിക്കും ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ ഒരാൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. അതിൽ എൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, മിനിമം എനിക്ക് ഈ ഓരോന്നിലും എന്തൊക്കെ വേണം, ഓക്കെ, മാക്സിമം എനിക്ക് എവിടം വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് എത്രത്തോളം അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു റിയലൈസേഷൻ, ആ ഒരു ബോധ്യമുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ ഈ ആസ്പെക്റ്റിനെ മനസ്സിലാക്കാനും പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ സ്പേസ് ഷെയറിങ് ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിൽ കടന്നു വരുന്നതായിട്ട് കാണാം. ഓക്കെ, സ്ഥിരമായിട്ട് എൻ്റെ അലമാരിയിൽ പാർട്ട്ണർ കൊണ്ട് ഈ സാധനങ്ങൾ വെക്കുന്നു, ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല, ഇതിൻ്റെ പേരിൽ അടിയുണ്ടാക്കുന്നവർ, ദിസ് ഈസ് മൈ വർക്കിംഗ് സ്പേസ്, വൈ യു ആർ എൻറ്ററിങ് ദിസ് സ്പേസ് എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പേരിൽ കോൺഫ്ലിക്റ്റിൽ പോകുന്നവരുണ്ട്. ഓക്കെ, പിന്നെയും കോമഡി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം. ഓക്കെ, ഞാൻ ഒരു ചെറിയ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ ജീവിച്ച ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊന്നും വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ജീവിക്കാൻ വന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഐ കോണ്ട് ഡൂ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ സ്പേസിൻ്റെ പേരിൽ പോലും പിന്നീട് മാരേജ് കഴിഞ്ഞിട്ട് വഴക്കുണ്ടാവുന്നു. സോ വൈ കോണ്ട് വി ഡിസ്കസ് അബൌട്ട് ദിസ് ഫാക്ടർ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് മാരേജ്? ഓക്കെ, അപ്പോൾ അത് എൻ്റെ റിക്വയർമെൻറ്റിനെ കുറിച്ചൊരു ക്ലാരിറ്റി വരത്താത്തത് കൊണ്ടാണ് അങ്ങനത്തെ ആസ്പെക്ട്സ് ഒന്നും പലപ്പോഴും ഇന്നത്തെ കുട്ടികൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡാണല്ലോ. അപ്പോൾ ഫർസാനയുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇപ്പോൾ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ഷെയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കപ്പിൾസ് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മാരേജിന് പ്രിപ്പയർ ആവുന്ന സമയത്ത് പലപ്പോഴും അവർക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, എൻ്റെ പാസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കണോ, എൻ്റെ പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കണോ എന്നുള്ളത്. അത് ചില ആളുകൾ കംപ്ലീറ്റ്ലി ഓക്കെ ഇത്ര നാൾ ഞാൻ എന്തായിരുന്നു അതൊക്കെ മറച്ചു വെച്ചിട്ട് ഓക്കെ ഞാനൊരു പുതിയ പേഴ്സൺ ആണെന്ന് പറഞ്ഞ് വരുന്ന മാരേജിലേക്ക് കടക്കുന്നവരുണ്ട്. ആക്ച്വലി നമ്മൾ തന്നെ അതൊന്ന് അനലൈസ് ചെയ്താൽ അത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? ഇപ്പം 2 വ്യക്തികളും ഒരു ഇമോഷണൽ നീഡ്, എന്നെ ഇമോഷണലി വാലിഡേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇമോഷണൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണ ആളായിരിക്കണം എന്ന് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുന്നുണ്ടാവുക. ആ ഒരു സമയത്ത് നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് അറിയാതെ ഒരിക്കലും, അതായത് ആ ഒരു പേഴ്സണൽ ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് കടക്കാതെ നിങ്ങളുടെ പാസ്റ്റ് അറിയാതെ ഒരിക്കലും നിങ്ങളെ ഇമോഷണലി വാലിഡേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നതെന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആക്ച്വലി നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ പാസ്റ്റും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറ്റ്സ് നോട്ട് എ ന്യൂ സ്റ്റാർട്ട്. കല്യാണം എന്ന് പറയുന്നത് ഒരു പഴയതിൻ്റെ തുടർച്ചയാണ്, എന്നാൽ രണ്ടുപേരും തമ്മിലുള്ള പുതിയതുമാണ് അല്ലേ? എങ്കിൽ മാത്രമാണ് കൂടുതൽ പരസ്പരം മനസ്സിലാക്കാനും അതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വിവാഹത്തിൽ കുറച്ചും കൂടെ ഒരു ബ്യൂട്ടി ആക്കാനൊക്കെ സാധിക്കുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം പല കാര്യങ്ങളും ഇപ്പോൾ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് പറഞ്ഞ കൺഫ്യൂഷൻ, അതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അത് ആക്ച്വലി നിങ്ങളൊരു വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പാസ്റ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അത് ഓക്കെ ആവാത്ത ആളുകളാണെങ്കിൽ ഒബ്വിയസ്ലി ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു പോകും. ഇപ്പോൾ പലപ്പോഴും ഓക്കെ ഇമോഷണലി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കി കാര്യങ്ങളിൽ ഇവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് പിന്നീട് ഷെയർ ചെയ്യുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റിലേക്കും കാര്യങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞത് കാരണം കൊണ്ട് മാത്രം എന്താണ് അവർക്കൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ അതിൽ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യുകയും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് വരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് നേടുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ അതിന് തീരുമാനത്തിലെത്താൻ മുന്നോട്ട്. ഇനി അത് കുറച്ച് ഫേസും കൂടെ കഴിഞ്ഞിട്ടാണ്. ചില ആളുകളുണ്ട് ആ ഒരു ടൈമിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ ഓക്കെ ഐ എം അക്സെപ്റ്റിംഗ് എന്ന് പറഞ്ഞു, പക്ഷെ ചിലപ്പോൾ മനസ്സിലിട്ട് അതിനെ എന്താ സ്റ്റോറീസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരു പെർട്ടിക്കുലർ ഫേസ് ചെയ്ത്, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ വരുന്ന കേസസ് ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഫഷണൽ സപ്പോർട്ട്, അതാണ് നിങ്ങൾക്ക് അവിടെ ഒരു വഴിയുള്ളൂ. പലപ്പോഴും കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു കാര്യവും ഇതാണ്. ഞാൻ എൻ്റെ പാസ്റ്റിലുള്ള ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ ഈ വ്യക്തിയാണ് ഞാൻ മാരേജ് ചെയ്യുന്നെങ്കിൽ ഈ വ്യക്തി പിന്നീട് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുമോ, ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി. പക്ഷേ എനിക്ക് ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പം എൻ്റെയൊക്കെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവാണ്. ഈ അടുത്ത് ഞാൻ കണ്ട ഒരു ക്ലയൻറ്റ് കല്യാണം കഴിഞ്ഞ 4 വർഷം ഹസ്ബൻഡ് വൈഫ് ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും
ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇതിൽ ഇവളുടെ പഴയ ഫേസ്ബുക്ക് ഫോട്ടോസിൽ പോയി ചെന്നിട്ട് അതിൽ ഒരാളെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് ഇവൾ മെൻഷൻ ചെയ്തില്ല എന്നൊരു ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും പിന്നീട് അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ. അപ്പം ആളുടെ പാസ്റ്റ് എടുക്കുമ്പോഴും ആൾക്ക് അങ്ങനെ വലിയ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ള വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷേ വൈഫുമായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ഒക്കെ ആയി വന്നപ്പം വൈ ഷീ ഈസ് ഹൈഡിങ് ദാറ്റ് ഓൺലി വൺ പർട്ടിക്കുലർ തിങ് ഫ്രം മീ എന്നുള്ളൊരു സാധനം ഉള്ളിലിട്ടിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പ്രോബ്ലത്തിലേക്ക് അവരെത്തിയതായിട്ട് കാണാം. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ആ ഒരു ഇമോഷണൽ ബോണ്ട് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ചില റെഡ് ഫ്ലാഗ്സ് കിട്ടുമ്പം നമുക്ക് വിവാഹത്തിലേക്ക് അത് എത്തിക്കുന്നതിന് മുമ്പ് ബ്രേക്ക് ചെയ്യാനും പറ്റും. ഇനി വിവാഹത്തിൽ എത്തിയാൽ തന്നെ മുന്നോട്ട് പോകുമ്പം അങ്ങനത്തെ റെഡ് ഫ്ലാഗ്സിനെ മനസ്സിലാക്കി നമുക്ക് ഏർലി ഇയേഴ്സ് ഓഫ് മാരേജിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനും പലപ്പോഴും പറ്റുന്നതാണ്. ഇന്നത്തെ അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ഫിനാൻഷ്യൽ ആൻഡ് കരിയർ ഷെയറിംഗ് എന്ന് പറയുന്നത്. കാരണം രണ്ടുപേർക്കും ജോലിയുണ്ട്, രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആണ് ഫിനാൻഷ്യലി ആണെങ്കിൽ. അപ്പോൾ അതെങ്ങനെയാണ് ഒരു കല്യാണത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഷെയറിങ് എങ്ങനെയായിരിക്കണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമല്ല അത്. അതെ അതെ. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അതിനോട് ഓരോ മനോഭാവമുണ്ട്. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ മാരേജ് കഴിഞ്ഞിട്ട് രണ്ടുപേരും കുറച്ച് എമൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ പോകും. ബാക്കി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരുടെ ഒരു സ്പേസിൽ സേവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റൊരാൾ ചിലപ്പം ഓക്കെ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊന്നും ബോധേഡ് അല്ല, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി നീഡ്സ്. മറ്റേ ആൾ സേവ് ചെയ്യട്ടെ, അത് സേവ് ചെയ്താലും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണല്ലോ, അങ്ങനെ തിങ്ക് ചെയ്യുന്ന തോട്ട് പ്രോസസ്സ് ഉള്ളവരുണ്ടാവും. അപ്പം നമ്മളെപ്പോഴും ഒരു പ്രീ മാരിറ്റൽ ഫേസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് രണ്ടുപേർക്കും കൂടെ അതിനകത്തൊരു കോമൺ ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അപ്പം നമ്മൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് എനിക്ക് ഏത് രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് ഒരു വ്യക്തിയുമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പം വേണ്ടത് എന്നൊരു അവെയർനെസ് നമുക്ക് ആദ്യം വേണം. എങ്കിൽ മാത്രമേ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പോലും പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ കരിയറും ഇന്നിപ്പോൾ ഒത്തിരി പേരുടെ ഇടയിൽ കുടുംബത്തിൽ പ്രശ്നം കാണുന്ന ഒരു ഫാക്ടറാണ്. ഈ അടുത്തൊരു മർച്ചൻ്റ് നേവിക്കാരൻ കല്യാണം കഴിഞ്ഞിട്ട് അവർ 2 വർഷമായി, അവർ ഭാര്യയും ഭർത്താവും കൂടെ. ഇപ്പോൾ വൈഫ് നേഴ്സായിരുന്നു. അവർ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വന്നത് കരിയറിൻ്റെ പേരിൽ മാത്രം തല്ലുപിടിക്കുന്ന രണ്ടുപേർ. അപ്പം പുള്ളി ഈ പറഞ്ഞ പോലെ 6 മാസം കടലിലും പിന്നെ കരയിലേക്ക് വരുമ്പോഴത്തേക്കും വൈഫ് കൂടുതൽ സമയം കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നു. 6 മാസം അത്രയും ഒരു സഫോക്കേറ്റഡ് ലൈഫല്ലേ പുറത്ത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും പുള്ളിക്ക് ടൂറ് പോകണം, അടിച്ചു പൊളിക്കണം, ഫാമിലി എല്ലാം കൂടെ എപ്പോഴും വേണം, അങ്ങനത്തെ ഒരു ആഗ്രഹം. അതിനെ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ. പക്ഷേ ആൾ ചൂസ് ചെയ്ത പാർട്ട്ണർ ഒരു നേഴ്സായിപ്പോയി നിർഭാഗ്യവശാൽ. അപ്പം പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ വൈഫിന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഈവനിങ് ഡ്യൂട്ടിയാണ് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇതിൻ്റെ പേരിലാണ് വഴക്ക്. കാരണം പുള്ളിക്ക് ആൾ അവൈലബിൾ ആകുന്നില്ല. അപ്പോൾ വൈഫിനോട് പുള്ളി പറയുന്നത് നമുക്ക് ഫിനാൻഷ്യലി പ്രശ്നമൊന്നുമില്ലല്ലോ, നീ കരിയർ ഡ്രോപ്പ് ചെയ്യും, ഞാൻ വരുമ്പോൾ നീ ഐ നീഡ് യു എന്നുള്ളതാണ്. പക്ഷേ വൈഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ബേസിക്കലി അവർ തമ്മിൽ ബാക്കി എല്ലാ രീതിയിലും ഒരുമിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു കരിയർ ആസ്പെക്റ്റിലേക്ക് വരുമ്പം അവർക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കേസസ്. ഓക്കെ, ഇപ്പം IT പ്രൊഫഷണലിനെ മാരേജ് ചെയ്യുന്ന ഒരു ടീച്ചർ, നൈറ്റ് ഷിഫ്റ്റിന്റെ അതെ കുറെ പേരുടെ കേസസ്. അതെ. അപ്പം നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊരു കൺസെപ്റ്റ് ഇല്ല. എനിക്ക് മിനിമം എന്തൊക്കെ രീതിയിൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പാർട്ട്ണറിൽ നിന്ന് ഇത്ര നീഡ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ട്. അപ്പം എനിക്ക് അതിനപ്പുറത്തേക്ക് അങ്ങനെ അവൈലബിൾ അല്ലാത്ത ഒരാളെ മാരേജ് ചെയ്യുമ്പം ഡിഫിക്കൽട്ടി വരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ തമ്മിൽ കരിയർ കമ്പൈൻ ചെയ്യുമ്പം ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഒരു ഇനിഷ്യൽ ഫേസിൽ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഫാക്ടറാണ്. പക്ഷേ ഇതൊന്നും അല്ല ഇന്ന് നമ്മുടെ കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നത്. അവരെപ്പോഴും അവർക്ക് ടൂർ പോകാൻ ഇഷ്ടമുള്ള സ്ഥലവും, അല്ലെങ്കിൽ സംസാരിക്കുമ്പം ഒരേ വേവ് ലെങ്ത് എന്നൊക്കെ പറയുന്നത് അവർ ട്രിപ്പ് പോകാൻ ആഗ്രഹിച്ച സ്ഥലം തായ്ലാൻഡാണ്, സോ വി ആർ ഓഫ് സെയിം വേവ് ലെങ്ത് എന്ന്, അല്ല ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ ബേസിലൊക്കെയാണ് അവർ മാരേജ് ചൂസ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ സോഷ്യൽ ആസ്പെക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആക്ച്വലി ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ഈ ഒരു 7 കാര്യമൊന്നും അറിഞ്ഞുകൊണ്ടല്ല കേട്ടോ, പക്ഷേ ഓട്ടോമാറ്റിക്കലി ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, അദ്ദേഹം പത്തനംതിട്ടയിലാണ് ഹസ്ബൻഡിൻ്റെ വീട്, ഞാൻ വളർന്നത് മൂവാറ്റുപുഴയിലാണെങ്കിലും ജോലിയൊക്കെ ആയിട്ട് എറണാകുളം സെറ്റിലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു തീരുമാനമായിരുന്നു എറണാകുളം സെറ്റിലാവാം എന്നുള്ളത്. പക്ഷെ എന്നാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷേ നമ്മളൊരു ജീവിച്ച സാഹചര്യങ്ങളും അല്ലെങ്കിൽ
ആ ഒരു സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ കുറച്ചും കൂടെ എനിക്ക് അഡാപ്റ്റബിൾ ആയി തോന്നുന്നത് ഇവിടെ ഒരു ടൗൺ ഏരിയയിൽ നിൽക്കാനുള്ളതായിരുന്നു. പക്ഷെ അതിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഓക്കെ ആയിരുന്നു, വീട്ടുകാരും ഓക്കെ ആയിരുന്നു, അതിനൊരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നാട്ടുകാർ മൊത്തം അതിനെ നെഗറ്റീവായിട്ട് കണ്ടു. ഇപ്പോഴും ആ ചോദിക്കണേ എന്ത് പത്തനംതിട്ടയിൽ പോകുന്നില്ലേ, ആൾക്കാരെ കാണുന്നില്ലേ, നിങ്ങൾ മാസത്തിലാണോ പോകുന്നത്, അത് ആഴ്ചയിലാണോ പോകുന്നത്, നാട്ടുകാർക്കും അല്ലെങ്കിൽ ബന്ധുക്കാർക്കും മൊത്തം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ ഒരു ടേംസിൽ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ള എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ 8 വർഷങ്ങളായിട്ടും എല്ലാം ഒരു ബാലൻസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ വളരെ വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതാണ്. അതെ, അപ്പം ഭാഗ്യക്ക് എത്രത്തോളമാണ് മാക്സിമം ആ ഒരു സോഷ്യൽ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു ക്ലാരിറ്റി, എനിക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടായിരുന്നു, എനിക്ക് ഇത്രേ പറ്റുള്ളൂ. അത് ഡിസ്കസ് ചെയ്തപ്പം പാർട്ട്ണറിനും അത് ഓക്കെ ആയിരുന്നു. ഡിസ്കസ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് യു ആർ ഏബിൾ ടു പ്രിവെന്റ് ദാറ്റ് മാരേജ്, റൈറ്റ്? അല്ലെങ്കിൽ ആ മാരേജ് ചൂസ് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം ആ ഒരു രീതിയിലേക്ക് ഒരു ഡിസ്കഷൻ കൊണ്ടുപോകാൻ എനിക്ക് മിനിമം എൻ്റെ സോഷ്യൽ ലൈഫ് വാട്ട് വാസ് മൈ മിനിമം ആൻഡ് എനിക്ക് മാക്സിമം എത്രത്തോളം വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതെ, നമ്മുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ലിമിറ്റേഷൻസ് അറിയുക എന്നുള്ളതൊരു കാര്യമുണ്ട്. അത് ആടെ ഒരു കുഴപ്പം കൊണ്ട്, പക്ഷെ ഇന്നത്തെ ഒരു കൾച്ചറൽ ബേസിസിൽ അതിനെന്തോ ഒരു കുഴപ്പമുണ്ട് എന്നൊരു ലെവലിലേക്ക് പോകും. യെസ്, അത് തന്നെയല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വിദേശത്തേക്ക് പോകാനുള്ള ചോയ്സാണ് എടുക്കുന്നത്. എല്ലാവരും വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ ഒളിച്ചോട്ടമാണ്. എക്സാക്ട്ലി, ഒരു ഒളിച്ചോട്ട പരിപാടിയാണ് നടക്കുന്നത്. പക്ഷെ ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല. ഒരു ഓപ്പൺ കോൺവെർസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിനൊരു പോസിറ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോഷ്യൽ ലൈഫ് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, ആ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? ഈ റെസ്പോൺസിബിലിറ്റി ഷെയറിങ്ങിനെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം ബിൽഡ് ചെയ്യുന്ന പോലെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പ് എന്നാണല്ലേ നമ്മൾ എപ്പോഴും മാരേജിനെ പറയുന്നത്. സോ ഇപ്പം നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങുകയെന്ന് വിചാരിക്കുക. അവിടെ ഒരുപാട് ഇപ്പോൾ ഒരു 1-2 ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ റോൾസ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ ഫിനാൻഷ്യൽ പാർട്ടായിരിക്കണം, ഒരാൾ എക്സിക്യൂട്ടീവ്, മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി, ഈ ഫിനാൻഷ്യൽ ഡയറക്ടർ എപ്പോഴും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇൻവോൾവ് ചെയ്യുന്നതെങ്കിലും കമ്പനിയിൽ എന്താ നടക്കുന്നത്, അവിടെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ട് ആൾക്ക് ധാരണയുണ്ടാവും അല്ലേ? അതുപോലെ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറിന് ഓക്കെ, ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, ഫിനാൻഷ്യൽ ഡയറക്ടറാണ്, മണിയുടെ കാര്യം നോക്കുന്നതെന്ന് വെച്ചിട്ട് അവിടുത്തെ പ്രോഫിറ്റോ ലോസോ ഇയാൾ അറിയാതിരിക്കുന്നില്ലല്ലോ. ഇതുമുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു ദിവസം ഒരു ആൾക്ക് ലീവ് എടുക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിനൊരു ലീവ് എടുക്കേണ്ടി വന്നാൽ ഇയാൾ ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം ഇതിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടുപേരെയും ഈക്വലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതേ സിമിലർ തന്നെയാണ് മാരേജിൽ റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് എന്ന് പറയുന്നതും. അതായത് വൈഫിനും ഹസ്ബൻഡിനും എന്തുണ്ട്, ഓരോ റോൾസായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാം. അതിൽ പക്ഷേ ഓക്കെ, ഫിനാൻസ് ഞാനാണ് ഡീൽ ചെയ്യേണ്ടത്, നീ അതിനെക്കുറിച്ച് അറിയണ്ട എന്ന് പറയുന്നതും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ അതേ രീതിയിലാണ് ചെയ്യണത്, നീ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണ്ട എന്ന് പറയുന്നതും അവിടെ റീസണബിൾ അല്ല. നമുക്കതൊരു കമ്പനി റിലേറ്റഡ് ആയിട്ട് തോന്നുമ്പോൾ കുറച്ചുകൂടി ലോജിക്കലി നമുക്കത് മനസ്സിലാവും. പക്ഷെ മാരേജിലേക്ക് വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യും, നീ എന്തിനാ അറിയണം, അപ്പം എന്നെ സംശയമാണോ, അല്ലെങ്കിൽ ഞാനിത് കറക്റ്റായിട്ട് നോക്കില്ലേ, അല്ലെങ്കിൽ ഇത് നിന്റെ ഡ്യൂട്ടി അല്ലേ, ഞാൻ ചെയ്യുന്ന എന്തിനാ, ഇതിൽ ഓവറോൾ ഡെവലപ്മെന്റും ഫെയിലിയറും വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അതിന് അങ്ങോട്ട് സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി. ആ ഒരു ലെവലിലേക്ക് റെസ്പോൺസിബിലിറ്റീനെ ഷെയർ ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് എൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും എന്താണെന്ന് എനിക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ പോലും ആ ഒരു ഡിസ്കഷൻ ഓപ്പൺ അപ്പ് ആക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആസ്പെക്റ്റ് ആണ് നമ്മൾ പറഞ്ഞ സെക്ഷൽ ലൈഫ്. ഓക്കെ, സെക്ഷൽ ലൈഫ് ആൻഡ് ഫാമിലി പ്ലാനിങ് എന്നുള്ളത് ഒരു പ്രീമാരിറ്റൽ ഫേസിൽ നമ്മൾ പാർട്ട്ണർ ഐഡൻറ്റിഫിക്കേഷൻ ഫേസിൽ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പം ചിലർക്ക് ചില ചൈൽഡ്ഹുഡ് ട്രോമാസോ അല്ലെങ്കിൽ ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവാം അവർ ഗോ ത്രൂ ചെയ്യുന്നത്. അത് ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു മാരേജിന് മുമ്പ് അവർക്ക് അതിനെ ഓവർകം ചെയ്യാൻ സ്റ്റെപ്സ് എടുക്കാം, ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ. ഇനിയും ചില കേസിൽ അവർക്ക് അതൊരു മാരേജിലൂടെ പോയി പാർട്ട്ണറിൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആയാൽ മാത്രം മുന്നോട്ട്
ആയിട്ട് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലൊക്കെ ഇത് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന പാർട്ട്ണറിനോട് ഏർലി തന്നെ എൻ്റെ ഇങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ചും അല്ലെങ്കിൽ ഫിയറിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ട് ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് ഓക്കെ ഫോർ ദാറ്റ് അവർക്ക് ആ മാരേജുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇനിയിപ്പോൾ അവരത് ഓക്കെ അല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് തന്നെ ബ്രേക്ക് ചെയ്യാം. പക്ഷേ വിവാഹശേഷം ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഭയങ്കര ഡിപ്രസീവായി പോകുന്നു, ജസ്റ്റ് റീസൺ ചോദിച്ചു കഴിയുമ്പം പാർട്ട്ണർ ഇതുപോലെ സെക്ഷലി ഒട്ടും ആക്റ്റീവ് അല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീഡ് പുള്ളി കാണിക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഏർലി ഫേസിൽ നമ്മൾ അവെയർ ആവുകയും ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പല കോൺഫ്ലിക്ട്സും പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഫാമിലി പ്ലാനിങ്. ഇപ്പം എനിക്ക് ഒരു PG കഴിഞ്ഞു, വീട്ടുകാരൊക്കെ കല്യാണം കഴിക്കാൻ പറഞ്ഞു, കല്യാണം കഴിക്കുക. അതിനപ്പുറം എനിക്ക് ഇനിയും PhD ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പം ഐ നീഡ് ടൈം. ഓക്കെ, എനിക്കിപ്പോൾ ഒരു കുട്ടീനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലി പ്ലാനിങ്ങിനൊക്കെ കുറച്ച് ടൈം വേണം എന്നൊക്കെ തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പ്രിപ്പറേറ്ററി ഫേസിൽ സംസാരിക്കുമ്പം കുറച്ചും കൂടെ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളെ നമുക്ക് ലൈഫിലേക്ക് വെൽക്കം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം ഒരു ആഫ്റ്റർ മാരേജ് ഡിസ്കസ് ചെയ്യാൻ നിന്ന് കഴിയുമ്പോഴാണ് പലപ്പോഴും ഈ പറയുന്ന കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും നമ്മൾ കൂടുതലായിട്ട് കാണേണ്ടി വരുന്നത്. 7ാമത്തെ ഷെയറിംഗ് ആണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. യൂഷ്വലി ഈ പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് വിവാഹത്തോടുള്ള പേടി പോലെ തന്നെ ഒരു പ്രശ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് കുട്ടികൾ വേണ്ട, അതുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ തന്നെയുണ്ട്. എന്നാൽ ഇതൊരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടെങ്കിൽ വളരെയധികം സ്മൂത്തായിട്ട് പോകുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് കുട്ടികൾ വേണോ, വേണ്ടാത്ത അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എന്ന് കുട്ടികൾ വേണം, കല്യാണം കഴിഞ്ഞ് എത്ര ഗ്യാപ്പ് എടുക്കണം, ഒരു പ്ലാനിങ് വരുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ഫിയറും മാറിക്കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പേരന്റിങ് ഐഡിയോളജീസും ഇന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ്. Exactly. അപ്പൊ അതിനെക്കുറിച്ചും ഒരു ഡിസ്കഷൻ ഓപ്പൺ അപ്പ് ആക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ ഓരോരുത്തരും വന്ന ചൈൽഡ്ഹുഡ് നമ്മുടെ പേരന്റിങ് പ്രാക്ടീസസിനെയും അല്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ചും ഒരു ഓപ്പണിംഗ് ഈ ഒരു പ്രീമാരിറ്റൽ ഫേസിൽ നടത്തിയാൽ ഈ പറഞ്ഞ അത്യാവശ്യം ഈ പറഞ്ഞ ഒരു 7 ഷെയറിങ് അറ്റ്ലീസ്റ്റ് ഒരു പ്രീമാരിറ്റൽ എന്താ പറയുക നമ്മൾ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ ഡിസ്കസ് ചെയ്താൽ തന്നെ നമ്മൾ കാണുന്ന പല ഭയങ്ങളിൽ നിന്നും അല്ല പേടിപ്പിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെ, ഈ ഒരു ടോക്ക് കേൾക്കുമ്പോൾ ആളുകൾ മിക്കവാറും വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് 7 ഷെയറിങ് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കണോ, സ്റ്റിൽ ക്വസ്റ്റ്യൻ കഴിക്കണോ വേണ്ടിയോ എന്നുള്ളത്. പക്ഷെ അവിടെ നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഡിഗ്രി പഠിച്ച ആൾക്കാർക്കാണ് അതിന് മുന്നോട്ടുള്ള ഒരു എന്താ പറയുക ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആവുള്ളൂ. അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച ആൾക്കാർക്കാണ് കുറച്ചും കൂടെ ഈസി ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒന്നും പഠിക്കാതെ ഡ്രോപ്പ് ഔട്ട് ആയ ആൾക്കാർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ ഇതൊരു എന്താ പറയുക ചോയ്സ് ആണ്. എന്ത് വേണം, രണ്ടുപേര് ചേർന്ന് ലൈഫിനെ ഗ്രോ ചെയ്യിക്കുന്ന ഒരു പ്രോസസ്. എക്സാക്ട്ലി. അല്ല, ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ ഗ്രോ ചെയ്യുന്നത് രണ്ടുപേര് ചേർന്ന് ഗ്രോ ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ഡിഫറൻസ് എപ്പോഴും ഡിഫറൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. അപ്പൊ പേടിയാണോ അതോ ഈ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഷെയറിങ്ങിൽ വന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഭയമാണോ ഈ ഷെയറിങ്ങിൽ നമ്മളിപ്പോൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുള്ള ഭയമാണോ അതോ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ എവിടെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് ഇല്ലായ്മയാണോ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് അതിനകത്തൊക്കെ ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് അത് പറ്റിയില്ല അതിനൊരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടി അതിനെ ഫിഗർ ഔട്ട് ചെയ്ത് ലൈഫിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാനൊക്കെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഡെഫിനറ്റ്ലി. യെസ്, അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു. എല്ലാവർക്കും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.